ആക്ടർ സിദ്ദീഖിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അലിഗേഷൻ. സുന്ദരിമാരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് സിദ്ദീഖ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഏറെ നേരം സംസാരിച്ചിട്ടും ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിയില്ല എന്ന് വന്നപ്പോൾ സിദ്ദീഖ് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20-ാം 21-ാം തീയതിയും ഞങ്ങൾക്ക് അതിന്റെ ഷോ ആയിരുന്നു. 21-ാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച്. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്ത് നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. നമസ്കാരം. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് പഠനങ്ങൾ, ഉപരിപഠനം, എല്ലാവിധ പഠനങ്ങൾക്കും ശേഷം ആക്ടർ സിദ്ദീഖ് വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നന്നായിട്ട് എഫേർട്ട് എടുത്ത് അഭിനയിച്ചിട്ടുള്ളൊരു സീനായിരുന്നു ഇന്ന് പ്രസ് മീറ്റിൽ കണ്ടിട്ടുള്ളത്. ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്സായിട്ട് അല്ലെങ്കിൽ ആക്ട്രസസ് ആയിട്ട് കൂടെ ജോമോളും ഉണ്ടായിരുന്നു. അപ്പുറത്ത് എന്തിനോ വേണ്ടി 1-2 സ്ഥലത്ത് ജോമോൾക്ക് അബദ്ധം പറ്റിയതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്ഥലത്ത് ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളിയാക്കി ചിരിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്യ ഉണ്ടായിരുന്നു. കളിയാക്കി ഇൻ ദ സെൻസ് അതിനെന്തോ കാര്യം പറഞ്ഞാൽ മനസ്സിലായി. നിങ്ങളത് പ്രസ് മീറ്റ് ഒരുവിധം എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. സംഭവമൊന്നുമില്ല. ഇന്നലെയല്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തി വെച്ചതിന് ശേഷമാണ് സംഗതി പുറത്തു വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വന്നപ്പോൾ അത് 233 പേജ് എൻ്റെ വാട്സാപ്പിലും കിട്ടി എനിക്ക് ഈ ഒരു റിപ്പോർട്ട്. പെട്ടെന്ന് അപ്പോൾ നമ്മളിതിന് ഔട്ട് ഓഫ് ഈ ഒരു ഇതിനായിട്ട് യാതൊരു ബന്ധമില്ല. ആകെ നമുക്ക് ഈ കോണ്ടൻറ്റിന് വേണ്ടിയാണ് നോക്കുന്നതെങ്കിലും നമ്മളത് ജസ്റ്റ് വായിച്ചു നോക്കിയേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സിനിമാ മേഖലയിലുള്ള ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത്, ഹേമ കമ്മിറ്റിയുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്, അവർ എന്തിലൊക്കെയാണ് ഇതിൽ വിരൽ ചൂണ്ടുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ട് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അത് ആദ്യം തന്നെ നോക്കും. ഓക്കെ, ഇത് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഠിക്കുന്നു 24 hours പഠിച്ചിട്ടും അവർക്ക് അത്രയും പഠിച്ചിട്ട് ഇവർക്ക് തീരുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നല്ല രീതിയിൽ എന്താണ് ആ ഭവ്യത, എന്താണ് ആ കുലീന എന്താ പറയുക, അത്രയും ഭവ്യമായിട്ട് വന്നിട്ട് വോട്ടെവർ ഒരു ഭാഗം അതായിരുന്നു. ഒരു ഭാഗം ആക്ടർ സിദ്ദീഖിൻ്റെ ഭാഗത്തുനിന്ന് അമ്മ വൈസ് പ്രസിഡൻറ്റ്, അമ്മ ജനറൽ സെക്രട്ടറി. പക്ഷേ നമ്മൾ ഇന്നലത്തെ കയ്യടി മുഴുവൻ കൊണ്ടുപോയത് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചത് നമ്മുടെ പഴയ അപ്പുക്കുട്ടൻ എന്ന് പറയാൻ കാരണം അപ്പുക്കുട്ടനെ ഗോവിന്ദൻകുട്ടിയും അപ്പുക്കുട്ടനും അല്ലേ, ഹരിഹർ നഗറിലുള്ള ഗോവിന്ദൻകുട്ടി അല്ല, അവിടെ സ്കോർ ചെയ്ത അപ്പുക്കുട്ടനാണ്. ഈ പവർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അല്ലേ. വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആക്ടർ ജഗദീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം വെച്ചാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അതിനു മുന്നേ ആ ഒരു വിഷയത്തിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് എന്താ പറയുക ഒരു നീതിയിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മറുപടി അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം കണ്ടിട്ടുള്ളത് ആക്ടർ ജഗദീഷിൻ്റെ ഭാഗത്തു നിന്നാണ്. മറ്റാൾ പിന്നെ എന്താ വെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ എവിടെയും പോളിഷ് ചെയ്തിട്ട് മറ്റാൾ ചെന്നൈയിലാണ്, ഇവിടെ ആൾ ബോംബെയിലാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറഞ്ഞുണ്ടാക്കിയത്. അത് എവിടെയും തൊടാത്ത രീതിയിൽ. റിപ്പോർട്ടുണ്ടോ? എന്നാൽ റിപ്പോർട്ടുണ്ട്. പേര് വല്ലതും പറഞ്ഞോ? എന്നാൽ പറഞ്ഞിട്ടില്ല. അടച്ചാക്ഷേപിക്കരുത്. ആക്ടർ സിദ്ദീഖ് പറഞ്ഞാൽ ആരെയും നിങ്ങൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കുന്നത് കുറ്റം മുഴുവൻ നമുക്ക്. നിങ്ങൾ ജനറലൈസ് ചെയ്ത് സംസാരിക്കുകയാണ്. അതിനാരുടെയും പേരുകൾ പറഞ്ഞിട്ടില്ല. പേരുകൾ പുറത്തു വരണം. ഇല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീനെ കംപ്ലീറ്റ് ജനറലൈസ് ചെയ്ത് സംസാരിക്കും. നമ്മൾ ആ പേര് പറയാത്ത സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ പേര് പുറത്തു വന്നില്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടാകാൻ പോകുന്നത് എന്താ, എല്ലാ വ്യക്തികളും ഇതുപോലെ സംശയത്തിന് നിഴലിലായിരിക്കും. ഈ മൂവിയിൽ അഭിനയിക്കുന്ന എല്ലാവരും ഇതിൽ പെടില്ലല്ലോ. എല്ലാവരും ഇതിൽ കുറ്റക്കാരനായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ കുറ്റക്കാരി അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷനിൽ വന്ന ആൾക്കാരായിക്കൊള്ളുന്നില്ല. ഇനി നാളെയും ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനം മാത്രമല്ല, അവർക്കും തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ഇത് വരും. ഇപ്പോൾ ഒരു ചെറിയ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞൊരു കുട്ടിക്കും ഒരു നല്ല അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നില്ല ആൾക്കാരുടെ ഇടയിൽ. സമൂഹം അങ്ങനെയാണ്. സൊസൈറ്റി കുറ്റം പറയാൻ പറ്റില്ല. സൊസൈറ്റി അങ്ങനെ ചിന്തിക്കും സ്വാഭാവികമായിട്ടും. കാരണം അങ്ങനത്തെ കാര്യങ്ങളാണ് തുടർന്ന് വരുന്നത്.
പണ്ട് മുതലേ പറയുന്നുണ്ട് മൂവി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഇതൊരു ഇതാണ്. അതിപ്പോൾ എന്താ വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് പ്രോപ്പർലി ഡോക്യുമെൻ്റ് ചെയ്തു. ഇതാണ് ഇപ്പോൾ ഉണ്ടായത്. പിന്നെ സിദ്ദിഖ് എയറിൽ പോയതിൻ്റെ കൂട്ടത്തിൽ കൂടെ ജോമോളും പോയിട്ടോ. ജോമോളോ ഞാൻ ചിന്തിച്ചു ജോമോൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. പാർവതിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നുണ്ടോ ചോദിച്ചതിന് ജോമോളെ വക ഒരു സംഭവം എനിക്കും പറയാൻ ഇപ്പോൾ എനിക്കും ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും കുറേ കാലം സിനിമയിൽ നിന്ന് വിട്ടു നിന്നുണ്ട്. ഇത് പറയണ അപ്പം തന്നെ അവിടെ പങ്കെടുത്തിട്ടുള്ള ജേർണലിസ്റ്റ് സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ചോദ്യങ്ങൾ ചോദിച്ച ഒരു പ്രസ് മീറ്റായിരുന്നത്. ജേർണലിസ്റ്റ് എടുത്ത് നോക്കി ചോദിച്ചു, നിങ്ങളെപ്പോലെ അല്ല എന്നെ ഉദ്ദേശിച്ചത്. ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അവർ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് അവർ പടങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. അല്ലാണ്ട് പടമില്ലാണ്ട് പോയി രണ്ടാമത് തിരിച്ച് വന്ന് കിണിക്കിണി അടിച്ച് മണിമണി അടിച്ചിട്ട് തിരിച്ച് വന്ന സിറ്റുവേഷൻ അല്ലാണ്ടായിട്ടുള്ള എന്നുള്ള അവിടെ ജേർണലിസ്റ്റ് ചോദിച്ച സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, അവിടെ ചിരി വന്നത് നെന്നിയുടെ മുഖത്താണ്. നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ, ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അതിപ്പോ എത്ര കാലത്ത് അപ്രത്യക്ഷയായി വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അതിപ്പോ എത്ര കാലത്ത് അനന്യക്ക് ശരിക്കും അത് കാര്യം മനസ്സിലായി. അനന്യയെ മൊത്തം ചിരി വന്നു. അപ്പോൾ ബെസ്റ്റ് അദ്ദേഹം പറഞ്ഞ ബെസ്റ്റ് സപ്പോർട്ടിങ് ആക്ട്രസിന് ചെറിയൊരു സപ്പോർട്ടിങ് താങ്ങ് കൂടി ഉന്തിൻ്റെ ഒപ്പം ഒരു തള്ളും കൂടി എന്ന് പറഞ്ഞാൽ അനന്യയുടെ ഭാഗത്ത് നിന്ന് ഒരു സംഗതിയും കൂടെ ആയപ്പോൾ അവർ സീൽ ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തേക്ക് വരാം. ജഗദീഷ് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പ്രസ് മീറ്റിൽ ചോദിച്ച സമയത്ത് ഇതുവരെ ആരും സംസാരിച്ച രീതിയിലല്ല. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ തന്നെ ഭിന്നത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ വേറൊരു സംഗതി പറഞ്ഞിട്ടെ, കുറച്ച് ദിവസം മുന്നെയാണ് ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായതില്ലേ. ഇടവേള ബാബുവിനെ മനഃപൂർവ്വം നിന്ന് മാറ്റിയതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഇപ്പം ഇന്നലെ തന്നെ ആ ഒരു ലേഡി വന്ന് പറഞ്ഞ ആ ലേഡിയുടെ ഫിംഗേഴ്സൊക്കെ പോയിൻ്റ് ചെയ്യുന്നത് അല്ല, ആ ലേഡി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഇടവേള ബാബുവിൻ്റെ പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് മുന്നിൽ വന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നത് ഇടവേള ബാബു ആയിരിക്കാം. അതുകൊണ്ടാണ് ഇത്ര അധികം കാലയളവിൽ നിന്നതിന് ശേഷം ഇപ്പോൾ മാറിയിട്ട് പുതിയ ഭാരവാഹി വരുന്നതും വോട്ടെവർ എന്താണെന്നുണ്ടെങ്കിലും ജഗദീഷിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അത് സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല. സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ? എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മൾ ആരാണ്? അല്ല, ഈ ഒരു കോൺഫിഡൻസിൻ്റെ റീസൺ ഒന്നും ഒരു പക്ഷേ ചിലപ്പോൾ ആളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ. നമുക്ക് മനസ്സിലായില്ലേ, ഒരാൾ ഒരുപാട് വിനയം കാണിക്കുക, ഒരുപാട് വിധേയനായിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ചെറിയൊരു എലിമെൻ്റ് ഓഫ് ഡൗട്ട് ഉണ്ടായിരിക്കും. അയാൾ എന്തിനാണ് ഈ വിനയം കാണിക്കുന്നത്? ഓവർ വിനയം ഒരു കള്ളത്തരത്തിൻ്റെ ലക്ഷണമാണ്. ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവര് ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. രണ്ടുപേരും പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നതാണ്. ആക്ടർ സിദ്ദീഖും പറഞ്ഞു, ജഗദീഷും പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷെ രണ്ടുപേരുടെയും സംസാരത്തിലുള്ള ഡിഫറൻസാണ് ഞാനിവിടെ പറയുന്നത്. നമ്മളിന്ന് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജഗദീഷ് അവിടെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഹേമ കമ്മിറ്റി എന്തിനു വന്നു എന്നുള്ളതും അതിൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചു എന്നുള്ളതും ആ പരാമർശിച്ച കാര്യങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ പറഞ്ഞിട്ടുള്ള മൊഴികളാണല്ലോ. അവർ ആ ഒരു വിക്ടിംസ് എന്തൊക്കെ ട്രോമയിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതെന്താണ് ആക്ച്വൽ സിറ്റുവേഷൻ, ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സിനിമയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലുള്ള സംസാരമാണ് ആക്ടർ ജഗദീഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഞാനൊരു പവർ ഓഫ് എഡ്യൂക്കേഷൻ എടുത്ത് പറയാൻ കാരണം കേട്ടോ. കാരണം പണ്ടൊക്കെ ആണെങ്കിലും ജഗദീഷ് ഈ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത്, ക്യാരക്ടറാണ് കേട്ടോ, അന്നൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾ പ്രൊഫസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കണ്ടിട്ടുള്ളത്. ഇത് പറഞ്ഞ സമയത്താണ് പെട്ടെന്നൊരു കാര്യം ഞാൻ ഓർത്തത്.
നിങ്ങൾ മറന്നോന്നറിയില്ല, ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആക്ടർ സിദ്ദീഖിന് അഗെയിൻസ്റ്റായിട്ട് ഒരു അലിഗേഷൻ പണ്ട് വന്നിരുന്നു, ഒരു മീറ്റു. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടായതെന്നുള്ള അറിയില്ല. നിങ്ങൾ എത്ര പേരത് കേട്ടു എന്നറിയില്ല. ഞാൻ അതൊന്ന് തപ്പിത്തെരഞ്ഞിട്ട് കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. നീണ്ട കൈവിരൽ നഖങ്ങളുള്ള സുന്ദരിമാരെ എനിക്ക് ഇഷ്ടമാണ് എന്നാണ് സിദ്ദിഖ് എന്നോട് പറഞ്ഞത്. എന്നാൽ ഏറെ നേരം സംസാരിച്ചിട്ടും ഞാൻ അദ്ദേഹത്തിന് വഴങ്ങിയില്ല എന്ന് വന്നപ്പോൾ സിദ്ദിഖ് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു ഭീഷണി സ്വരത്തിൽ സിദ്ദിഖ് തന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു, എനിക്ക് സിനിമാ രംഗത്ത് വലിയ സ്വാധീനമാണ്, അതുകൊണ്ട് നിനക്ക് ഒരു ചുക്കും എനിക്കെതിരെ ചെയ്യാൻ കഴിയില്ല എന്നുമാണ് സിദ്ദിഖ് തന്നോട് പറഞ്ഞത് എന്നും ഇപ്പോൾ രേവതി വെളിപ്പെടുത്തുന്നു. ഏതായാലും ഫേസ്ബുക്കിൽ തനിക്ക് കിട്ടുന്ന കമൻറ്റുകൾ രൂക്ഷമായ കമൻറ്റുകളാണ് വരുന്നത്. ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാവുന്നതിൽ യെസ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ചു എന്നല്ലോ കേട്ടോ, കുറച്ച് പഴയൊരു കേസാണ്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല, ഞങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചു, ഞങ്ങൾക്കൊന്നും അഭിപ്രായമില്ല, അല്ലെങ്കിൽ ഞാനതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു സംഗതി തന്നെ ഇവിടെ നടന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് ചെറിയ ചില കാര്യങ്ങൾ, ഇതൊക്കെ ആരോപണങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ തട്ടിക്കളയുമായിരിക്കാം. സത്യാവസ്ഥ നമുക്കും അറിയില്ല. പക്ഷേ ഇന്നും ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കിടക്കുന്നുണ്ട് കേട്ടോ, പഴയ കാര്യങ്ങളൊക്കെ.